Hello guys, what is up? This is Pranay and today we are going to be unboxing this OnePlus 7T. So let's waste no time and unbox this bad boy. അപ്പോൾ അൺബോക്സ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കാണുന്ന എല്ലാ OnePlus ഡിവൈസസിനും റിമൂവ് ചെയ്യേണ്ട ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ട്. അത് ഫസ്റ്റ് നമ്മൾ റിമൂവ് ചെയ്യും. ബോക്സിന്റെ ഫ്രണ്ടിൽ തന്നെ OnePlus 7Tന്റെ ഒരു ബ്രീഫ് നോട്ട് OnePlus കൊടുത്തിട്ടുണ്ട്. സൈഡിൽ വി ഹാവ് ദ OnePlus 7T ലോഗോ. ബോക്സ് ഓവറോൾ ഒരു സ്റ്റഡി ഫീൽ ഉണ്ട്. OnePlus 8നെക്കാട്ടും ഇത്രയും കൂടി ഹെവിയർ ബോക്സ് ആണത്. ഇനി അത് ഓപ്പൺ ചെയ്യാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ OnePlusന്റെ ഒരു ബ്രാൻഡ് നെയിം അതിൽ എഴുതിയിട്ടുണ്ടാവും. അതെടുത്ത് മാറ്റുമ്പോൾ താഴെ വി കൻ സീ ദ ഡിവൈസ് OnePlus 7T. Along with it we have the welcome letter, kickstart guide, safety and warranty card. Again some Lego stickers. So let's keep the device aside and see what else is in the box. പിന്നെ മിക്ക OnePlus ഡിവൈസസിലും ഉള്ള പോലെ ഒരു പ്ലാസ്റ്റിക് സിലിക്കൺ കേസ് ഉണ്ട്. അതിന്റെ കൂടെ there's a SIM ejector tool. ഫോൺ കമ്പനീസ് എപ്പോഴും ഈ പ്ലാസ്റ്റിക് കേസ് ഫോണിന്റെ കൂടെ തന്നെ കൊടുക്കുന്നതല്ല. ഇറ്റ്സ് really good for the protection. അടിയിൽ ഒരു USB Type-C cable with the same color scheme as OnePlus always follows. And at last we have the Warp Charge 30 key power adapter brick. Okay, ഇനി നമുക്ക് ഡിവൈസ് നോക്കാം. ആസ് ഓൾ OnePlus ഡിവൈസസ് കം, ഇറ്റ്സ് പ്രൊട്ടക്റ്റഡ് വിത്ത് എ പ്ലാസ്റ്റിക് കവർ. നമുക്ക് റിമൂവ് ചെയ്യാം. അത് റിമൂവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുന്നത് ഈ ഡിവൈസിന്റെ ക്യാമറയാണ്. ഇതിലെ ഏറ്റവും അട്രാക്റ്റീവ് ഫീച്ചർ ഇതിന്റെ ക്യാമറയാണ്. ഡിവൈസ് കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ ഇതൊരു വെയിറ്റ് ഫീൽ ചെയ്യും. OnePlus 8നെക്കാട്ടും ഒരു പൊടിക്ക് വെയിറ്റ് കൂടിയ മോഡലാണിത്. ഇതിന്റെ ഡിസൈനിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല സോളിഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് സർപ്രൈസിംഗ്ലി തിൻ. പിന്നെ മെയിൻലി ക്യാമറയെ പറ്റി പറയുമ്പോൾ ഫസ്റ്റ് തിങ് ദാറ്റ് വി നോട്ടീസ് ഇറ്റ്സ് ലൈക്ക് എൻ ഒറിയോ കുക്കി. ഒരു ഒറിയോ കുക്കിയുടെ ഒരു ഷേപ്പിലുള്ള ഒരു ക്യാമറയാണ് ഇതിൽ വരുന്നത്. ബിക്കോസ് മിക്ക സ്മാർട്ട് ഫോൺ ക്യാമറസിനെക്കാട്ടും ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അപ്രോച്ച് ആണ് OnePlus ഈ ഡിവൈസിൽ കൊടുത്തിരിക്കുന്നത്. സൈഡിൽ വി ഹാവ് ദ അലർട്ട് സ്ലൈഡർ, വോളിയം അപ്പ് ഡൗൺ ബട്ടൺ, പവർ ബട്ടൺ. അടിയിൽ ഒരു പവർഫുൾ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കാണാം വിത്ത് ഡോൾബി അറ്റ്മോസ്, 3D എൻഹാൻസ്മെന്റ്, പിന്നെ USB Type-C കണക്ടർ ആൻഡ് ഓൾസോ ദ സിം ട്രേ. അത്യാവശ്യം വെയിറ്റ് ഉള്ള ഫോണാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ആക്സിഡന്റലി ഒന്നും വീണു പോകുന്നുള്ള ഒരു പേടി വേണ്ട. ഓക്കെ, ലെറ്റ്സ് പവർ ഓൺ ദ ഡിവൈസ്. പവർ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഒരു വെൽക്കം സ്ക്രീൻ. സോ ലെറ്റ്സ് ക്വിക്ക്ലി finish the setup process. ഹോം സ്ക്രീനിൽ വരുമ്പോൾ തന്നെ ഫസ്റ്റ് again we are noticing the 90 Hz display. അതിന്റെ വ്യത്യാസം നമുക്ക് ഫസ്റ്റ് ഹോം സ്ക്രീനിൽ വരുമ്പോൾ തന്നെ നമുക്കറിയാം. ഇതിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു 2400 by 1080 പിക്സൽ റെസൊല്യൂഷനുള്ള ഒരു 6.55 ഇഞ്ച് ഫ്ലൂയിഡ് AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. സ്ക്രീൻ റേഷ്യോ ആണെങ്കിൽ 20:9 ആണ്. പിന്നെ ഇത് HDR10+ സപ്പോർട്ട് ചെയ്യും. ഇതിന്റെ മാക്സിമം ബ്രൈറ്റ്നസ് എന്ന് പറയുമ്പോൾ 1000 nits ആണ്. ഒരു 35,000 രൂപീസിൽ താഴെ ഈ 90 Hz ഡിസ്പ്ലേ വരുന്ന ഒരു ഫോൺ ശരിക്കും ഒരു വാല്യൂ ഫോർ മണി. പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗന്റെ octa-core 855+ പ്രൊസസ്സറാണ് ഇതിൽ വരുന്നത്. മാക്സിമം റാം ആണ് 8GB LDDR4X മെമ്മറി ആൻഡ് ഇതിന്റെ ടോപ്പ് മോഡൽ 256GB. ഇതിന്റെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 3800 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്, വിച്ച് സപ്പോർട്ട്സ് Warp Charge 30T. OnePlus ക്ലെയിം ചെയ്യുന്നത് ഇത് ഒരു 23% ഫാസ്റ്റർ സ്പീഡ്സ് ആണ് Warp Charge 30യെക്കാട്ടും 30T ക്ലെയിം ചെയ്യുന്നത്, which allows this phone to charge from 0 to 70 in just under 30 minutes. പിന്നെ ഇതിന്റെ ക്യാമറയെ പറ്റി ഇനി നമുക്ക് പറയാം. ക്യാമറ ആണെങ്കിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ഇതിൽ. 48 MP മെയിൻ ക്യാമറ ആൻഡ് അൾട്രാ വൈഡ് ക്യാമറ ഓഫ് 16 മെഗാപിക്സൽസ്, പിന്നെ ഒരു 2x ടെലിഫോട്ടോ ക്യാമറ വിത്ത് 12 മെഗാപിക്സൽ. OnePlus 8 പോലെ ഇതിനൊരു മാക്രോ ക്യാമറ വരുന്നില്ല, ബട്ട് സ്റ്റിൽ ഇറ്റ് ഹാസ് എ ഡെഡിക്കേറ്റഡ് മാക്രോ മോഡ്. പിന്നെ ഫ്രണ്ടിലാണെങ്കിൽ ഒരു 16 MP ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയും ഉണ്ട്. വീഡിയോ സ്പെക്സിനെ പറ്റി പറയുകയാണെങ്കിൽ this phone will support recording at 4K 30 and 60 frames per second with the main camera. പിന്നെ 1080p at 30 60 frames per second. പിന്നെ സ്ലോ മോഷൻ റെക്കോർഡിംഗും ഇതിൽ അവൈലബിൾ ആണ്. 1080p at 240 frames per second, which is very good, and 720p at 480 frames per second. ഈ ക്യാമറയിൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ട് ചെയ്യും. ക്യാമറയെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് is going to be the camera test. Stop in time, yeah, I'll surrender.
Okay guys, so ഇപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് 40,000 rupees താഴെയാണ്, but still you need a premium level smartphone with a good camera. The OnePlus 7T is here to back you up. And ഇതിന്റെ പുതിയ മോഡൽ OnePlus 8 ഉണ്ട്. If you are interested in that smartphone, so you can watch it right over here. So if you like this video, then like, and for more tech related videos, please subscribe to my channel. This is Pranay signing off. Bye.